നമസ്കാരം, ഗുഡ് മോർണിംഗ്. കുറച്ച് താമസിച്ചു. നമ്മൾ 10:30 എന്നായിരുന്നു സമയം പറഞ്ഞത്. കുറച്ച് താമസിച്ചു. കാരണം ഏതൊരു പടമൊക്കെ പുതിയതായിട്ട് അനൗൺസ് ചെയ്യുമ്പോൾ കുറച്ച് കാലമായിട്ട് നടുവേദന കാലുവേദനയൊക്കെ ഇങ്ങനെ വരാറായിട്ടുണ്ട്. അപ്പോൾ ശത്രു സംഹാര പൂജ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം തുടങ്ങുന്നുള്ളത് ഒരാളുടെ ഉപദേശം പ്രകാരം അങ്ങനെയൊക്കെ തുടങ്ങി. അതുകൊണ്ടിട്ടാണ് കുറച്ച് ലേറ്റായി പോയത്. സാധാരണഗതിയിൽ നമ്മളൊക്കെ സെറ്റിൽ ആർട്ടിസ്റ്റ് വരാനായിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാറുള്ളത്. ബീച്ചാട്ടം വരാനായിട്ട് ക്രൂ വെയിറ്റ് ചെയ്യും. പക്ഷേ ഇന്ന് ഞങ്ങളത് നേരെ തിരിച്ചായിരുന്നു. ബീച്ചാട്ടം വന്നിട്ട് ബാക്കി കുറേ പേര് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. അപ്പം ബീച്ചാട്ടിൻ്റെ മനസ്സിലുണ്ട് നീ ഷൂട്ട് തുടങ്ങട്ടാ എന്നുള്ളതൊക്കെ ഉണ്ട്. പുള്ളി എല്ലാത്തിനും അതിനും മറുപടി തരുന്ന ആളാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും നമ്മൾ കുറേ നാളായിട്ട് സാധാരണഗതിയിൽ സിനിമ തുടങ്ങുന്ന സമയത്താണ് പൂജ അവിടെ വെച്ചിട്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ട് അന്നേരം തന്നെ ഷൂട്ട് ആരംഭിക്കുകയാണ്. അപ്പം അങ്ങനെയായിരുന്നു സംഭവിച്ചുകൊണ്ടിട്ടിരുന്നത്. ഈ സിനിമയുടെ ഷൂട്ട് നാളെയാണ് തുടങ്ങുന്നത്. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു പൂജാ ചടങ്ങ് നമ്മൾ വെച്ചു. കാരണം പുതിയൊരു ഡയറക്ടർ മലയാള സിനിമയിലേക്ക് വരികയാണ്. അപ്പോൾ ആളുടെ ഒരു സന്തോഷം. ഞാനൊക്കെ ഫസ്റ്റ് സിനിമ ചെയ്യുന്ന സമയത്ത് ഒഴുകുന്ന 2 ബസ് ആളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പൂജ കൂടാനായിട്ട്. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് ഫസ്റ്റ് സിനിമ ചെയ്തപ്പോൾ അത്രയും സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡയറക്ടറെ പുതിയ തുടക്കമാണ്. അപ്പോൾ ആ സന്തോഷത്തിനൊപ്പം നമ്മൾ നിൽക്കുക. പിന്നെ ഈ സിനിമയിൽ പ്രൊഡക്ഷൻ നമ്പർ 32, 36, 37 ഡിസോർഡറായിട്ട് ഇങ്ങനെ കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റെഡിയാകാനായിട്ട് ബിജു ചേട്ടൻ തന്ന സമയമാണ് പല സിനിമകളും അതിൻ്റെ ഓർഡർ തെറ്റിച്ചത്. പക്ഷേ കുറേ നാൾ കിട്ടിയെങ്കിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റുകൾ ഒന്നും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കുറേ വൈകി ഈ ഡയറക്ടർ വന്ന് രാവിലെ 6, 6:30 ആകുമ്പോൾ വീട്ടിലേക്ക് വരും. ഇങ്ങനെ എന്താ എൻ്റെ സിനിമയുടെ കാര്യം. അപ്പം എനിക്ക് ഒരു ഘട്ടത്തിൽ മനസ്സിലായി ഇത് മിക്കവാറും എന്നെ തന്നെ തട്ടിക്കളയാനായിട്ടൊരു ചാൻസ് ഉണ്ടോ എന്നൊരു സംശയം. ഇത് താമസം എടുത്തപ്പോഴത്തേന്. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ തന്നെ എൻ്റെ അടുത്ത സിനിമയിൽ ദിലീപേട്ടൻ്റെ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടറായി മാറി. ആ മ്യൂസിക് ഡയറക്ടറെ കൊണ്ടുവന്നു ഈ ഡയറക്ടറാണ്. പക്ഷേ ഈ ഡയറക്ടറുടെ സിനിമ നടക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പം ബിജുചേട്ടനോട് ഞാനിത് ഷെയർ ചെയ്തപ്പം ബിജുചേട്ടൻ ഞാൻ പറഞ്ഞു, ബിജുചേട്ടൻ സുഗമമായിട്ടുള്ളൊരു ജീവിതത്തിന് ഈ സിനിമ പെട്ടെന്ന് കമ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ ബിജുചേട്ടനും അത് ബോധ്യപ്പെട്ടുകൊണ്ടിട്ടാണ് നാളെ മുതൽ ഈ സിനിമ ആരംഭിക്കാനായിട്ട് പോകുന്നത്. താങ്ക് യു ബിജുചേട്ടൻ. ബിജുചേട്ടന് ജീവന് പേടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി വളരെയധികം സന്തോഷം. ഒരുപാട് നല്ല ക്രൂസ് ആണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ഇപ്പോൾ ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടറൊക്കെ പുതിയതാണെങ്കിലും വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യന്മാരായിട്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നു ഓരോ ആർട്ടിസ്റ്റും ഒരു ചെറിയ റോൾ ചെയ്യുന്നത് പോലും നല്ല കഴിവുറ്റ മികവുറ്റ ആർട്ടിസ്റ്റാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. വിനീത് ഫോർട്ട് ആയിക്കോട്ടെ, ഗണപതി ആയിക്കോട്ടെ, പിന്നെയുണ്ട് ബിൻസി ചെയ്യുന്ന ക്യാരക്ടർ. കുറെ എല്ലാവരുടെയും പേര് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടു. അപ്പൊ അതുകൊണ്ടിട്ട് അതൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് സ്ട്രോങ് സപ്പോർട്ടായിട്ടിട്ട് ഒരുപടി ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ വിലമതിച്ച അഭിനയമാണ് ഈ സിനിമയെ അമ്പിച്ച് വിജയമാക്കി മാറ്റുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എനിവേ, ഈ ചടങ്ങിലേക്ക് ഇന്ന് രാവിലെ 10 മണിയാകുമ്പോൾ വരാനായിട്ട് തന്നെ മനസ്സ് കാണിച്ച എല്ലാവർക്കും എൻ്റെ പേരിലും മാജിക് ഫ്രെയിംസിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. Thank you for listening.